എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. സ്പേസ് എക്സ് ലോകത്തിലെ ഏറ്റവും വലിയ IPO ആയിട്ട് മാറിയിരിക്കുകയാണ്. സ്പേസ് എക്സ് IPOയിൽ കൂടി $75 ബില്യൺ റേസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ലിസ്റ്റ് ചെയ്തിരുന്നു. $135 പെർ ഷെയറിനാണ് IPO ഇഷ്യൂ ചെയ്തിരുന്നത്. ലിസ്റ്റ് ചെയ്തപ്പോൾ $176.52 വരെയൊക്കെ ഉയർന്നിരുന്നു. അതിനുശേഷം $149.34 വരെ താഴെ വന്നിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് $160.95 ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്പേസ് എക്സിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $2.11 ട്രില്യൺ ആണ്. ഒപ്പം എലോൺ മസ്കിന്റെ ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും കൂടിയുള്ള നെറ്റ്വർത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ $1.11 ട്രില്യൺ ആണ്. അപ്പോൾ എലോൺ മസ്ക് ലോകത്തിലെ ആദ്യത്തെ ട്രില്യണയറായിട്ട് മാറിയിരിക്കുകയാണ്. സ്പേസ് എക്സ് ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ $2.11 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഹിറ്റ് ചെയ്യുന്നത് ചരിത്രത്തിലെ ആദ്യമാണ്. $1 ട്രില്യൺ പോലും സാധാരണ രീതിയിൽ കമ്പനികൾ ഹിറ്റ് ചെയ്യാറില്ല. സ്പേസ് എക്സ് $2.11 ട്രില്യൺ ആണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങളും സ്പേസസിനെ സംബന്ധിച്ചും എലോൺ മസ്കിനെ സംബന്ധിച്ചും ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകുന്നൊരു കാര്യമാണ്. $75 ബില്യൺ സൈസിന് ഡിമാൻഡ് ഉണ്ടായിരുന്നത് $250 ബില്യൺ ഡിമാൻഡാണ്. $150 ബില്യൺ അധികം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിമാൻഡ്, $100 ബില്യൺ അധികം റീറ്റെയിൽ ഡിമാൻഡ് ഉണ്ടായിരുന്നു. റീറ്റെയിലേഴ്സിന് 30% അലോട്ട് ചെയ്യുന്നതാണ് IPOന് മുമ്പ് പറഞ്ഞിരുന്നത്. എത്രത്തോളമാണ് അലോട്ട് ചെയ്തിരിക്കുന്നുള്ള കാര്യം അതിൻ്റെ ഡാറ്റ പുറത്തു വന്നതിന് ശേഷമാണ് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നുള്ളൂ. അതേസമയം അലോട്ട്മെന്റ് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് റീറ്റെയിലേഴ്സിന് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ പോസിറ്റീവ് അനൗൺസ്മെന്റുകൾ സ്പേസ് എക്സിൽ നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും സ്പേസ് എക്സിന്റെ സ്റ്റോക്കിൽ ഒരു അപ്വേർഡ് മൊമെന്റം കാണാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഫണ്ടമെന്റൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഹൈലി പ്രൈസ്ഡ് ആണ് സ്പേസ് എക്സിന്റെ സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ ഈ സ്റ്റോക്ക് പ്രൈസിലും കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി കഴിഞ്ഞ ആഴ്ചയിലത്തെ ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകളിലെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച എല്ലാ ഇൻഡെക്സുകളും ഗ്ലോബലി നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ഒരു പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒത്തുതീർന്നേക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അതായത് 14 ജൂണിന് ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതാണ്. അതേസമയം പല മീഡിയ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇറാൻ ഇതിനെ ഒപ്പോസ് ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗ്ലോബലി എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ ഉണ്ട്. ഈ ക്രൈസിസ് ഒരുപക്ഷെ ഈ ആഴ്ച തന്നെ ഒത്തുതീർന്നേക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നല്ല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഗ്ലോബലി മുന്നേറിയിട്ടുള്ളത്. ഒപ്പം ഈ ആഴ്ചയിൽ G7 കൺട്രികളുടെ മീറ്റിംഗ് ഉണ്ട് ഫ്രാൻസിൽ. അതോടൊപ്പം തന്നെ US ഫെഡിൻ്റെ പോളിസി ഡിസിഷൻ മീറ്റിംഗും ഉണ്ട്. തീർച്ചയായിട്ടും കെവിൻ വാർഷ് എന്ന് പറയുന്ന US ഫെഡിൻ്റെ ചെയർമാൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ആണ്. ട്രംപ് ഡിമാൻഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനാണ്. അതേസമയം കെവിൻ വാർഷ് എന്ത് ഡിസിഷനാണ് എടുക്കാൻ പോകുന്നുള്ള കാര്യം നമുക്ക് 17-ാം തീയതി വരെ കാത്തിരിക്കണം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കൂടുന്ന സ്ഥിതിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യതകളൊന്നുമില്ല. അതേസമയം സ്റ്റാറ്റസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറയ്ക്കുകയാണെങ്കിൽ അതും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആസ് പെർ ഫണ്ടമെന്റൽസ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒക്കെ വെച്ച് വിലയിരുത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന കാര്യം US ഫെഡ് എടുത്തേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഒപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ കമ്മോഡിറ്റികളിലും നല്ല വൊളാറ്റിലിറ്റി ഉണ്ടായിരുന്നു. ബ്രന്റ് ക്രൂഡ് ഓയിലാണ് വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ വളരെ താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. $87.35 പെർ
ബാരലിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ്, സിൽവർ, കോപ്പർ, അലുമിനിയം ഈ കമ്മോഡിറ്റികളിലെല്ലാം തന്നെ നല്ല വൊളാറ്റിലിറ്റി ഉണ്ടായിരുന്നു. ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ $4022 പെർ ഔൺസ് വരെയൊക്കെ ഒരവസരത്തിൽ താഴെ വന്നിരുന്നു. അതിനുശേഷം വെള്ളിയാഴ്ച നല്ല രീതിയിലുള്ള റിക്കവറി നടത്തിയിട്ടുണ്ട്. $4218.3 പെർ ഔൺസിനാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിൽവറിലും അത്തരത്തിലൊരു വൊളാറ്റിലിറ്റി ഉണ്ടായിരുന്നു. $67.91 പെർ ഔൺസിനാണ് വെള്ളിയാഴ്ച സിൽവറും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയും ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു പോസിറ്റീവ് ബയാസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച ട്രേഡിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് അമേരിക്കൻ ഗവൺമെൻറ് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അമേരിക്കൻ ഗവൺമെൻറ് ആന്ത്രോപിക്കിൻ്റെ ഫാബിൾ 5 അതുപോലെ തന്നെ മിത്തോസ് 5 ഈ മോഡൽസ് അമേരിക്കൻ സിറ്റിസൻസിനല്ലാത്ത ലോകത്തിലെ ഒരു ഇൻഡിവിജ്വൽസിനും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഓഫർ ചെയ്യുന്നുള്ള ഒരു ഡയറക്റ്റീവ് ആന്ത്രോപ്പിന് നൽകിയിരുന്നു. അതനുസരിച്ച് ആന്ത്രോപ്പിക്ക് ഈ 2 ടൂൾസും ഫാബിൾ 5ഉം അതുപോലെ തന്നെ മിത്തോസ് 5ഉം ബാൻ ചെയ്തിരിക്കുകയാണ്. ലോകത്തിൽ ആർക്കും തന്നെ വെള്ളിയാഴ്ച 5:30 ഉച്ചതിരിഞ്ഞ് 5:30 ശേഷം ഇത്തരത്തിലുള്ള ഈ 2 AI ടൂളുകളും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അമേരിക്കൻ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഇത് വളരെയധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇത് അമേരിക്കൻ സിറ്റിസൻസിന് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈവൻ ആന്ത്രോപിക് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻഡിവിജ്വൽസിന് പോലും അക്സസിബിൾ അല്ല. അത്തരത്തിലുള്ളൊരു ബാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ വലിയൊരു വൊളാറ്റിലിറ്റിയൊക്കെ ഒരുപക്ഷെ AI രംഗത്തുള്ള കമ്പനികളുടെ കാര്യത്തിലുണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലും അത്തരത്തിലുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഒരുപക്ഷെ ഈ ആഴ്ച കാണാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഡാറ്റാ സെൻറ്റർ AI റിലേറ്റഡ് കമ്പനികളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റാണ് AI ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ തന്നെ AI ടൂളുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുടെ കാര്യത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ന്യൂസാണ്. ടെമ്പററി ആയിട്ടാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ബാൻ AI റിലേറ്റഡ് രംഗത്തുള്ള എല്ലാ കമ്പനികളെയും നെഗറ്റീവായിട്ട് ഒരു ഷോർട്ട് ടൈം പീരീഡിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ധാരാളം റിപ്പോർട്ടുകളൊക്കെ വരുന്നത് AI ഉണ്ടാക്കാൻ പോകുന്ന ജോബ് ലോസസ് ഒരു രാജ്യത്തിനും താങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് അമേരിക്കൻ ഗവൺമെൻറ് ഇത്തരത്തിൽ ഡിസിഷൻ എടുക്കാനായിട്ട് കാരണമാക്കിയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതേസമയം അമേരിക്കയുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ് ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അമേരിക്കയ്ക്ക് മാത്രം യൂസ് ചെയ്യാനായിട്ട് കീപ്പ് ചെയ്യുന്നുള്ളൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റും കൂടി ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഓവറോൾ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ഒരു അഭിപ്രായം എന്ന് പറയുന്നത് AI ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റായിരിക്കുന്നു. അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ലതല്ല, ജോബ് ലോസസ് വരുന്ന രാജ്യങ്ങൾക്ക് നല്ലതല്ല. അതോടൊപ്പം തന്നെ AI റിലേറ്റഡ് റെവല്യൂഷണൽ എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹ്യൂജ് ഇമ്പാക്റ്റാണ് ഡെറ്റ് മാർക്കറ്റിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ ഉണ്ടാക്കാനൊക്കെ പോകുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടിയാണ് അമേരിക്കൻ ഗവൺമെൻറ് ഇത്തരത്തിൽ ഡിസിഷൻ എടുക്കാനായിട്ട് കാരണമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും ഈ ഡിസിഷൻ AI റിലേറ്റഡ് ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകളുടെ കാര്യത്തിൽ ഒരു വൊളാറ്റിലിറ്റി ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒന്ന് കോഷൻ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റുപ്പി ഡിപ്രിസിയേഷൻ, ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇൻക്രീസ്, ഈ 2 ഇമ്പാക്റ്റാണ്, 2 ഫാക്ട്സാണ് നമ്മുടെ എക്കണോമിനെ ബാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 4 മാസമായിട്ട് മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ഉണ്ടാക്കിയിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ അടുത്ത ക്വാർട്ടർ റിസൾട്ടുകളിലൊക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. എന്നിരുന്നാലും ഇന്ത്യയുടെ വാല്യുവേഷൻ കമ്പാരിറ്റീവ്ലി സേഫാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ AI റിലേറ്റഡ് അനൗൺസ്മെൻറ്റുകൾ ഇന്ത്യനെ സംബന്ധിച്ച് ഒരു പ്രൊട്ടക്ഷനാണ് നൽകുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ AI ടൂളുകളിലൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള AI റിലേറ്റഡ് ബിഗ് കമ്പനികളൊന്നും തന്നെയില്ല, മറിച്ച് AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് സർവീസസ് നൽകുന്ന കമ്പനികളാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് കമ്പാരിറ്റീവ്ലി സേഫാണ്.
ഒപ്പം ലിസ്റ്റിംഗ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിലാണ് വേദാന്തയുടെ 4 ഡീമർജഡ് കമ്പനികളുടെ ലിസ്റ്റിംഗ് വരുന്നത്. നാളെ തിങ്കളാഴ്ചയാണ് ലിസ്റ്റിംഗ് വരുന്നത്. ഈ ലിസ്റ്റിങ്ങിൽ വേദാന്ത അലുമിനിയം ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ അലുമിനിയം പ്രൊഡ്യൂസർ കൂടിയാണ് വേദാന്ത അലുമിനിയം. നമ്മൾ ഹിൻഡാൽക്കോയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹിൻഡാൽക്കനേലും കപ്പാസിറ്റി കൂടുതലുള്ള ഒരു കമ്പനിയാണ് വേദാന്ത അലുമിനിയം. വേദാന്ത അലുമിനിയം ഒരു പക്ഷേ 300-500 ലെവല് പ്രൈസ് റേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. 300, 350, 400 ലെവലൊക്കെ ആണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു ഫണ്ടമെൻ്റൽ മെറ്റൽ സ്റ്റോക്കാണ് വേദാന്ത അലുമിനിയം. അതോടൊപ്പം തന്നെ വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസ്, വേദാന്ത അയൺ ആൻഡ് സ്റ്റീല്, അതുപോലെ തന്നെ വേദാന്ത പവർ, ഈ മറ്റ് 3 കമ്പനികൾ കൂടിയാണ് നാളെ ലിസ്റ്റിംഗ് വരുന്നത്. തീർച്ചയായിട്ടും നല്ല ഗെയിൻസ് വേദാന്തയിൽ കൂടെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് ഡീമർജറിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. വേദാന്തയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള ഡയറക്റ്റീവൊക്കെ നമ്മുടെ സജഷനൊക്കെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിരുന്നു. അത്തരത്തിൽ ധാരാളം ഇൻവെസ്റ്റേഴ്സ് വേദാന്തയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചൊക്കെ വളരെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കും നാളെ ലിസ്റ്റ് ചെയ്യുമ്പോൾ വേദാന്തയുടെ ഈ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന 4 കമ്പനികൾ നൽകാൻ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് വേദാന്ത അലുമിനിയം ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രൈസ് റേഞ്ചിലാണ് വരുന്നതെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിസിഷൻ നന്നായിരിക്കും. ഒപ്പം നമ്മൾ പൊതുവെ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്തുള്ള കമ്പനികളായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അടുത്ത മാസങ്ങളിലും വർഷങ്ങളിലൊക്കെ ഒരു ആക്ടിവിറ്റി കാണിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഈ ടൂളുകളുടെ ബാൻ ഈ കമ്പനികളുടെ കാര്യത്തിലും ഉണ്ടാക്കാനുള്ള ചാൻസസ് ഒക്കെയുണ്ട്. ഒരു വളാറ്റിലിറ്റി ഉണ്ടാക്കാനുള്ള ചാൻസസ് ഒക്കെയുണ്ട്. അതുകൊണ്ട് കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് നല്ലതാണ്. ഒപ്പം ഹ്യൂമനോയിഡ് റോബോട്ടിക് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള അമേരിക്കയുടെ ടൂളുകൾ ബാൻ ചെയ്യാനുള്ള തീരുമാനം ഈ കമ്പനികളെ സംബന്ധിച്ചും ഓവറോൾ നോക്കുകയാണെങ്കിൽ ടൂളുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ, അതുപോലെ തന്നെ ഹ്യൂമനോയിഡ് റോബോട്ടിക് രംഗത്തുള്ള കമ്പനികൾ, ഒപ്പം ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് കമ്പനികളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഒരു വൊളാറ്റിലിറ്റി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കമ്പനികളിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നാളത്തെ വൊളാറ്റിലിറ്റിക്ക് ശേഷം, അതുപോലെ തന്നെ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻസ്, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, ഈ ബാൻ കണ്ടിന്യൂ ചെയ്യുമോ, അതോടൊപ്പം തന്നെ മറ്റ് കമ്പനികൾ ഓപ്പൺ എ പോലുള്ള കമ്പനികൾ, ജെമിനൈ പോലുള്ള കമ്പനികളൊക്കെ, അതായത് ഗൂഗിളിൻ്റെ ജെമിനൈ ടൂളുകളൊക്കെ അമേരിക്കൻ ഗവൺമെൻറ് ബാൻ ചെയ്യാൻ ഡിസിഷൻ എടുക്കുക എന്നുള്ള കാര്യം നമുക്ക് വളരെയധികം കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഡിസിഷനൊക്കെ ഈ കമ്പനികൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും അതൊരു ഡിസ്റപ്ഷൻ ടെക്നോളജി റിലേറ്റഡ്, പ്രത്യേകിച്ച് ഈ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകളുടെ കാര്യത്തിലൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് നല്ലതാണ്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് മേജർ ഇവൻറ്റുകളൊന്നും തന്നെ ഈ ആഴ്ചയിലില്ല. അതേസമയം ഗ്ലോബലിയുള്ള മേജർ ഇവൻ്റ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് സെറ്റിൽമെൻ്റ് ആണ്. G7 കൺട്രികളിലെ മീറ്റിംഗ് ഉണ്ട് ഈ ആഴ്ച. അതുപോലെ തന്നെ US ഫെഡിൻ്റെ മീറ്റിംഗ് ഉണ്ട്. ഈ മീറ്റിങ്ങുകളിൽ നിന്ന് വരുന്ന ഡിസിഷൻസ് അതിൻ്റേതായ ഇമ്പാക്റ്റ് ഒക്കെ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. AI റിലേറ്റഡ്, ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകളിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കിയേക്കാം. അതോടൊപ്പം തന്നെ സെറ്റിൽമെൻറ്റ് ന്യൂസ്, മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് സെറ്റിൽമെൻറ്റ് ന്യൂസ് വരികയാണെങ്കിൽ ഈ സെറ്റിൽമെൻറ്റ് ന്യൂസ് ഒരു പക്ഷേ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഒക്കെയുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.